إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചര്യകളെ പിന്തുടരാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള നീക്കത്തിലാണുള്ളത്. വളരെ സന്തോഷപൂർവ്വം പ്രതീക്ഷിച്ച, ആഘോഷിച്ച നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ദിനരാത്രങ്ങൾ ഇതിനകം കടന്നുപോയി എന്നുള്ളതിൽ സങ്കടത്തിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഈ പരിശുദ്ധ റമദാൻ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരുണത്തിൽ അത് ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് ഇനിയും വരുന്ന ഏകദേശം 10ഓളം ദിവസങ്ങൾ സജീവമായി ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാൻ, അതിനുള്ള ശ്രമകരമായ പരിശ്രമത്തിലാണ് ആളുകളെല്ലാവരും. സഹോദരങ്ങളെ, നമ്മളൊക്കെ അതിഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് വിശ്വാസി സമൂഹമുണ്ട് നമ്മുടെ കൂടെ. അവർക്കൊക്കെയും വർഷത്തിൽ അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ വിശ്വാസവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഇതുപോലെയുള്ള വ്രതവിശുദ്ധിയും ആഘോഷങ്ങളുമൊക്കെ കടന്നു വരാറുണ്ട്. ആരെങ്കിലുമൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുവരുന്ന ഒരു ആഘോഷമാണ് ഇത് എന്ന നിലക്കാണ് ഇതിനെ
നിസ്സാരമാക്കിയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംജ്ഞകളെ കൃത്യമായി മനസ്സിലാക്കി സ്വീകരിച്ച് അവൻ നൽകിയിരിക്കുന്ന താക്കീദിനെ ഭയപ്പെട്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. ഇനി അതിനേക്കാളും ഭീതിതമായി പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കലുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ഇറക്കി തന്ന മാസവുമാണിത്. പ്രധാനമായും എല്ലാ കർമ്മങ്ങൾക്കും നിങ്ങൾ ജാഗ്രതയോടെ, സമയനിഷ്ഠയോടെ, പ്രതിഫലപൂർണതയോടെ നിങ്ങൾ സജീവമാകണേ എന്ന് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മാസത്തിലാണ് നമ്മളുള്ളത്. അതിൽ തന്നെ വിശിഷ്യ ഏറ്റവും പ്രധാനമായി അള്ളാഹുവിന്റെ റസൂല് അരമുണ്ടുറുക്കി ആ മുറുക്കിയെടുത്ത് തയ്യാറാകുന്ന മാസത്തിലാണ്, ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, അതൊക്കെയും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗമായിട്ടാണ് സഹാബത്ത് കണ്ടിരുന്നത്. കാരണം പ്രിയപ്പെട്ടവരെ, നരകം അങ്ങനെയാണ്. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നബിയെ നിങ്ങളുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പുറത്തു തരുന്നവനാണ്. എല്ലാം 60-65 വർഷങ്ങളോളം ജീവിച്ചൊരു മനുഷ്യന് അവന്റെ 65 വർഷത്തെ പാപവും പുറത്ത് നാളെ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ഓഫർ വരെ അള്ളാഹു നൽകുകയാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പുറത്തു തരുന്നവനാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ എന്റെ ശിക്ഷയാണെങ്കിൽ അതികഠിനമായ ശിക്ഷയായിരിക്കും കേട്ടോ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശിക്ഷ ഏറ്റുവാങ്ങാനാണ് ഒരാൾ തയ്യാറാകുന്നത്. അള്ളാഹുവിന്റെ ഈ സന്തോഷ വാർത്തകളെ നിരാകരിച്ചും അശ്രദ്ധയോടുകൂടിയും കണ്ട് സാധാരണ ദിവസം പോലെ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങളാക്കി മാത്രം ഇതിനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഗൗരവകരമായ ശിക്ഷയാണ് അള്ളാഹു നൽകുക. അള്ളാഹുവിന്റെ നരകം പ്രിയപ്പെട്ടവരെ, അത് അതിഭീകരമാണ്, അതിഭീകരമാണ്. ലഹും മിൻ ഫൗഖിഹിം ദുലലുൻ വമിൻ തഹ്തിഹിം ദുലൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അട്ടിയായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുകളിൽ നിന്നത് തീഗോളങ്ങളായി കത്തിജ്വലിക്കും. വമിൻ തഹ്തിഹിം ദുലൽ, നിങ്ങളുടെ അടിഭാഗത്തു നിന്നും അത് വമ്പിച്ച ആക്രമണം, തീജ്വാലകളായി നിങ്ങൾ ആക്രമിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. നേലെയും താഴെയും നരകം കൊണ്ടുവന്നിട്ട് നമ്മളെ കത്തിക്കും. അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്. പ്രിയപ്പെട്ടവരെ, ആ ശിക്ഷയിൽ നിന്ന് അകലാനാണ് പരിശുദ്ധ റമളാൻ കൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കേണ്ടത്. നമ്മളെ മരണം കഴിഞ്ഞ്, ഖബർ കഴിഞ്ഞ്, അവിടെ നമ്മൾ അവസാനം എത്തുന്ന ഒരു സ്ഥലമുണ്ട്. സ്വർഗനരകങ്ങളെ തിട്ടപ്പെടുത്തി റമളാൻ കൊണ്ട് നേടിയ ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസം. ആ റമളാനും ഉപയോഗപ്പെടുത്താതെ ജീവിച്ച ആളുകൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന അതിഭീകരമായ ദിവസം. അവിടെ നരകത്തിന്റെ ആ ജ്വാലകൾ അതൊരുക്കുന്നതിന്റെ പിന്നിൽ ഉള്ള ഇന്ധനം എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിലാണ് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് കത്തിയാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഗ്നികളിലെ ഒരു ചെറിയ ശതമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന തീ. ആ തീ പോലും കത്തിക്കഴിഞ്ഞാൽ അണച്ചുകളയാൻ നമ്മൾ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അത് എന്തെങ്കിലും പലഹാരങ്ങൾ, പാചകങ്ങൾ ചെയ്യാൻ അടുപ്പാക്കി നമ്മൾ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അത്രത്തോളം തീക്കെതിരായി നമ്മൾ ഉപയോഗിക്കുന്ന കല്ലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടത്. യുവാക്കളെ, സ്ത്രീകളെ, സഹോദരിമാരെ, ആ നരകത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ട് നിരവധി ആളുകൾ, നിരവധി
സഹാബാക്കൾ നരകത്തിന്റെ ഭയവിഹ്വലതയും ഭീകരതയും കണ്ടിട്ട് കേട്ടിട്ട് വല്ലാതെ വിഷമിച്ചത് നമ്മൾ ഖുതുബകളിൽ കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി സഹാബാക്കൾക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്തു എന്നത് നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിറക് നരകത്തിലെ തീയിൽ നിന്ന് കത്തുമെന്ന് പറയുമ്പോൾ അതിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. ആ നരകത്തെ ഭയപ്പെടുന്നിടത്തു നിന്നാണ് നമ്മുടെ പാപമോചനം കടന്നു വരിക. ആ നരകത്തെ ഭയപ്പെടുന്നിടത്തു നിന്നാണ് ഭൗതികമായ പ്രബദ്ധതയും ഭൗതികമായ തിരക്കും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുക. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിചാരിക്കുന്നവരാണ് ഉദാരമതിയായി വർത്തിക്കാൻ സാധിക്കുക. ആ നരകത്തെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്താൻ സാധിക്കുക. ആ നരകത്തെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും സുജൂദിൽ കിടന്ന് കരഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ ഇവരൊക്കെയും റിപ്പോർട്ട് ചെയ്തത് അതിനെ ഭയപ്പെട്ടിട്ടാണ്. ആ നരകത്തെ അവരെല്ലാവരും ഭയപ്പെട്ടു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരലോകത്ത് താൻ ഇകഴ്ത്തപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. നിരവധി പ്രവാചകന്മാർ അമ്പിയാക്കൾ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ ചൂട് അതികഠിനമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങളുടെ ഇഹലോകത്തെ തീ നരകത്തിന്റെ തീയുടെ 70 അംശം മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, നബിയെ അത് തന്നെ മനുഷ്യരെ കരിക്കാൻ മതിയാകുന്നതാണല്ലോ ഈ ദുനിയാവിലെ തീ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുഇലത അലൈഹിന്ന ബിതിസ്അതിൻ ജുസ്അ കുല്ലുഹുന്ന മിസ്ലു ഹർരിമാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ 69 ഇരട്ടിയാക്കും. ആളുകളെ കത്തിക്കാൻ, ആളുകൾ മരണപ്പെടാൻ, കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലാകാൻ നമ്മൾ ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീജ്വാലയുണ്ടല്ലോ, അതിനേക്കാളും 69 ഇരട്ടിയാക്കും. ഓരോ അംശവും ഇതേപോലുള്ള ചൂടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഭീകരമായിരിക്കും ആ അഗ്നി. അല്ലാ ഇന്നഹാ ലവാ നസാഅതൻ ലിശ്ശവാ. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആളിക്കത്തിക്കുന്ന നരകമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അവിടെ നസാഅതൻ ലിശ്ശവാ, നിങ്ങളുടെ തലയുടെ തൊലി ഉരിച്ചു കളയും അതിന്റെ തീജ്വാല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു തീപ്പൊരിയെ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫ്ർ. അത് ആ നരകം വൻ കെട്ടിടം പോലെയുള്ള തീപ്പൊരിയാണ് വീശുന്നത്. അതിന്റെ ഓരോന്നും ഒരു തീപ്പൊരിക്ക് ഒരു കൊട്ടാരത്തിന്റെ വലിപ്പമുണ്ടാകുമെന്നാണ്. അതിന്റെ തീജ്വാലകൾ മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ തീഗോളങ്ങളായി അത് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അത്രയും ഭീകരമായിരിക്കും ഈ നരകം. എത്ര പേരെ വേണമെങ്കിലും കൊള്ളാൻ മാത്രം അത് വിശാലമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പേരെ അതിൽ കൊള്ളാൻ, എത്ര തന്നെ കൊള്ളാൻ വേണ്ടി കൊണ്ടുവന്നാലും ജഹന്നമിനോട് അത് നിറഞ്ഞുപോയെന്ന് ചോദിക്കപ്പെട്ടാൽ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്ന നിലയ്ക്ക് അത് പറയും. ഇനിയും കൂടുതൽ വല്ലതുമുണ്ടോ, വരട്ടെ ഇങ്ങോട്ട് എന്ന നിലയ്ക്ക് അതിവിശാലമായിരിക്കും നരകമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് പടച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലെ ചിലരെ. അവിടേക്ക് വേണ്ടി മാത്രം പടച്ചവരുണ്ട്. അവിടേക്ക് വേണ്ടി അശ്രദ്ധരായ കാരണത്താൽ എത്തിപ്പെടുന്നവരുണ്ട്. ഈ റഹ്മാനായ റബ്ബിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കരുത് എന്ന് കേട്ടിട്ടും മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ ആരാധിച്ചവർ അതിലേക്കുണ്ട്. കപടന്മാരായ ആളുകൾ അതിലേക്കുണ്ട്. തിന്മ ചെയ്ത ആളുകൾ അതിലേക്കുണ്ട്. ഹറാമുകൾ ചെയ്തവരുണ്ട്. അങ്ങനെ ഓരോ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ ശിക്ഷകൾ തോതനുസരിച്ച് ഒരാളെയും വെറുതെ വിടുന്നതല്ല. ഒരാൾക്കും അത് അധികം ഭവിക്കേണ്ടി വരില്ല, ഒരാൾക്കും അത് കുറഞ്ഞു പോകുകയുമില്ല. ഓരോരുത്തർക്കും കൃത്യമായ കണക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ശിക്ഷ തരും. നരകത്തിന്റെ വലിപ്പത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യുതാ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70000 സിമാം മഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജറൂനഹാ. 70,000 നമ്മളൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് 70,000 കണ്ണികളുള്ള ചങ്ങലയിൽ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും. ഓരോ കണ്ണിയും അത് വലിക്കുന്ന 70,000 മലക്കുകൾ ഓരോ കണ്ണികളിലും ഉണ്ടാകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അത്ര
അത്രയും ഭീകരമായിരിക്കും. ആ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ വലുപ്പത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സത്യനിഷേധിയുടെ തൊലിയുടെ കട്ടി 42 മുഴമായിരിക്കും. അവന്റെ പല്ല് ഉഹുദ് മലയോളം വലുപ്പമുണ്ടാകും. അവന്റെ ശരീരത്തിന്റെ ഘടന, അവന്റെ ഇടത് ഷോൾഡറിൽ നിന്ന് വലത് ഷോൾഡറിലേക്കുള്ള വലിപ്പം മക്കയിൽ നിന്ന് മദീന വരെയുള്ള ദൂരമായിരിക്കും. അത്രയും വലുപ്പത്തിലാക്കിയിട്ടാണ് മനുഷ്യരെ ശിക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അത്രയും വലുപ്പമുള്ള മനുഷ്യരെ നിറച്ചാലും നിറയില്ല എന്ന് നരകം പറയും അത്രേ. അപ്പൊ ആ നരകത്തിന്റെ ഭീകരത പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ തൊലികൾ നശിക്കുക എന്ന് മാത്രമല്ല, ഓരോ തൊലിയും നശിക്കും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നവദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഓരോ തൊലികൾ നൽകും, അത് കത്തിക്കൊണ്ടിരിക്കും. അവൻ അട്ടഹസിച്ച് വേദന കൊണ്ട് പൊളയുമ്പോൾ അടുത്ത തൊലി അവർ നൽകും. അങ്ങനെ ഓരോ തൊലികളും, തൊലിയുടെ വേദന നമുക്കറിയാവുന്നതാണ്. തൊലിക്ക് പരിക്ക് പറ്റിയാലുള്ള പ്രയാസം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് സാമ്പിളാണ്. എന്നാൽ അതേ തൊലിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീനാളങ്ങൾ കൊണ്ട് പടച്ചതമ്പുരാൻ വീണ്ടും വീണ്ടും കത്തിക്കുകയും ഓരോ തൊലിയും വീണ്ടും വീണ്ടും നൽകുന്ന തരത്തിലായിരിക്കും നമ്മുടെ ശിക്ഷയുണ്ടാകുക. അവിടെ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. വതറൽ മുജ്രിമീന യൗമൈദിൻ മുഖർറനീന ഫിൽ അസ്വാദ് സറാബീലുഹും മിൻ ഖതിറാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലയിൽ കൂട്ടി ബന്ധിച്ചുകൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കുപ്പായങ്ങൾ പന്തം കൊണ്ടായിരിക്കും. അവരുടെ മുഖങ്ങൾ അഗ്നി കൊണ്ട് മൂടപ്പെടുകയും ചെയ്യും. എന്നിട്ടോ ആ തീ കൊണ്ടുള്ളത് മുകളിലും താഴെയുമായിട്ടുള്ള ചൂടുകൾ അവർക്ക് വെക്കും. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും ശിയാബ് മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിൽ ഹമീം. യാതൊരു കൂട്ടർ അവിശ്വസിച്ചുവോ അവർക്ക് അഗ്നിയുടെ വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അവരുടെ തലക്കുമീതെ ചുട്ടുതിളക്കുന്ന വെള്ളം ചൊരിയപ്പെടും. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ തരത്തിലുള്ള മാരകമായ ശിക്ഷയായിരിക്കും പ്രിയപ്പെട്ടവരെ നരകത്തിലുണ്ടാകുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില വസ്തുക്കളുണ്ട്, ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഒക്കെയായിട്ട് നൽകുന്ന. അത് വയറ്റിൽ നിന്ന് ഇന്ന ശജറത സഖൂം തആമുൽ അസീം കൽമുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഹലിൽ ഹമീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കഹലിൽ ഹമീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ മറിയും. എന്തെന്നറിയുമോ? കൽമുഹൽ, ഉരുകിയ ലോഹം പോലെയുള്ള ദ്രാവകം നമ്മളുടെ ഭക്ഷണമായിട്ട് അവിടെ തരും. അതിങ്ങനെ തിളച്ചു മറിയപ്പെടും. അത് വല്ലാത്തൊരു പ്രയാസമായിരിക്കും. അവിടെ വിശപ്പിന് ശമനമോ പോഷണമോ നൽകാത്തതായിരിക്കും നൽകപ്പെടുക. അത് ലഭിക്കും തോറും ആളുകൾ കൂടുതൽ പ്രയാസത്തിലേക്കാണ് കടന്നു വരിക. അത്തരത്തിലുള്ള ശിക്ഷകളാണ് തരിക. മുഹൽ എന്ന് പരിശുദ്ധ ഖുർആനിൽ കിട്ടില്ലേ? ചുട്ടുതിളച്ച ദ്രാവകം മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ ചൂട് കാരണം മുഖം കരിഞ്ഞു പോകുന്ന ദ്രാവകം. അത്രയും പ്രയാസകരമായ ദ്രാവകം. എന്ന് ഇന്നും നമ്മൾ പാരായണം ചെയ്തില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ പറയുകയാണ്, വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ലോഹദ്രാവകം അവർക്ക് നൽകപ്പെടും. അത് മുഖങ്ങളെ ചുട്ടുകരിച്ച് കളയുന്നതാണ്. എത്ര ദുഷിച്ച പാനീയമാണ്, എത്ര ദുഷിച്ച പ്രയാസപ്പെട്ട വിശ്രമ സ്ഥലമാണത്. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് നമ്മുടെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നോമ്പ് വെച്ചുകൊണ്ട് ഇതര തിന്മകൾക്കുള്ള പരിച സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് റമദാനാണ് എന്ന നിലക്കുള്ള സൗരഭ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിന് നൽകിയത്. അതിന്റെ ഗുണങ്ങളും മറക്കാത്തുകളും ചൊരിഞ്ഞു നൽകിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പശിയടക്കാൻ, ഉദാരമതികളുടെ കൈകളിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് എത്താൻ, കടക്കാരന്റെ കടങ്ങൾ തീരാൻ, രോഗികളെ ശുശ്രൂഷിക്കപ്പെടാൻ, ആശ്രിതർക്ക് അവലംബമാകാൻ, ആളുകൾക്ക് തണലാകാൻ, എല്ലാ നിലക്കും ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സെറ്റ് ചെയ്തത്. അതിലൂടെ ആളുകൾ രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള എല്ലാ നന്മകളും പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തെ പറ്റി നിരവധി സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഹും. സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്, അവരുടെ കുടലുകളെ നുറുക്കിക്കളയുന്ന ചൂടേറിയ വെള്ളം കുടിക്കാൻ കൊടുക്കും. കുടലുകൾ കുടിക്കും തോറും ഉറുകിപ്പോവുക. അത്രയും പതക്കുന്ന വെള്ളമായിരിക്കും കുടിക്കാൻ തരിക. അത് മാത്രവുമല്ല, വയുസ്കാ മിൻ മാഇൻ സദീദ്, രക്തവും ചലവും കലർന്ന ചീഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ കൊടുക്കപ്പെടും. അങ്ങനെ എന്തുകൊണ്ടും ദാഹം കൊണ്ട് ദാഹജലത്തിനായി കേഴുന്ന മനുഷ്യർക്ക് അവർക്ക് കുടിക്കാൻ കഴിയാത്ത അവരുടെ കുടലുകൾ പൊട്ടിപ്പോകുന്ന, തൊണ്ട
തൊണ്ടകൾ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള പാനീയങ്ങൾ, അതിന്റെ ഗന്ധം പ്രിയപ്പെട്ടവരെ സഹിക്കാനാവാത്തതായിരിക്കും. ആ ദുർഗന്ധമുള്ള രക്തവും ചലവും ലയിപ്പിച്ചിട്ടുള്ള ഇത്തരം വൃത്തികെട്ട പാനീയങ്ങൾ നരകത്തിന്റെ അവകാശികൾക്ക് കുടിക്കപ്പെടുമെന്നാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും രക്ഷ തേടേണ്ടത്. അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകത്തെ പറ്റി താക്കീത് നൽകുക എന്ന് ഇമാം ഓതിയ സമയത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധം കെട്ട് വീണു എന്ന് ചരിത്രം പറഞ്ഞില്ലേ? നരകം അത്രയും ഭയാനകമാണ്. ഈ നരകത്തെ മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് അവന്റെ ജീവിതത്തിലുള്ള ഒരു നേർരേഖ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്കാണ് ഈ ഖലാസ് ഉണ്ടാവുകയുള്ളൂ. അവരാണ് തഖ്വ കൈവരിക്കുകയുള്ളൂ. ആ ആളുകൾക്കാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൽ മാറണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ മുച്ചൂടും ദുനിയവിയായ കാര്യങ്ങളിലാണ് നമ്മൾ ലയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദുനിയാവിന്റെ സൗഖ്യത്തെ തേടിയാണ് നമ്മുടെ മനസ്സ് അലഞ്ഞു നടക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ കൈകൾ നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സാക്ഷിയെ നിയന്ത്രിക്കുന്നത് പോലും മൊബൈൽ ഫോൺ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തുള്ള എല്ലാ സഞ്ചാരികളെയും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈകളിൽ മൊബൈൽ ഫോണാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെ, സ്ത്രീകളെ, കുട്ടികളെ എല്ലാരെയും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണിക്കൂറുകൾ കൊണ്ടുപോകുന്നത് മൊബൈൽ ഫോണാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം അത്ര ലഭ്യമല്ലാത്തൊരു കാലം. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായോ? ഇതിനെ നിഷേധിക്കാനോ ഇതിനെ ഒഴിവാക്കാനോ അല്ല ഞാൻ പറയുന്നത്. അന്ന് ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് അത്ര അവർ ചെയ്തു നേടിയെടുത്തത് ഇന്നത്തെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം. നമ്മൾ ഇന്ന് ഉപയോഗിച്ച മൊബൈൽ ഫോണിന് വേണ്ടി ഉപയോഗിച്ച സമയം, അത്രയും സമയം അവർ എന്തെടുക്കുകയായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർ തിന്നതുപോലെ നമ്മൾ തിന്നാറുണ്ട്. അവർ യാത്ര ചെയ്തതുപോലെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അവർ ഉറങ്ങുന്നത് പോലെ നമ്മൾ ഉറങ്ങുന്നുണ്ട്. പിന്നെ എവിടേക്കാണ് നമ്മൾ ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെ സമയങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക്, റഹ്മാനായ റബ്ബിനെ പറ്റി കേൾക്കുന്നിടത്തേക്ക്, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിലേക്ക് അർപ്പിക്കുന്നിടത്തേക്ക് ചെലവഴിക്കേണ്ട സമയത്തെയാണ് പലപ്പോഴും നമ്മളെല്ലാവരും ഈ മൊബൈലിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് നമ്മളുടെ ഇബാദത്തുകളുടെ സമയമാണ് ഭൗതികമായ ഈ വസ്തുവിന്റെ അടുക്കിലേക്ക് പോയത്. അതിന്റെ രമ്യത പല നിലക്കാണ്. ചില ആളുകൾ അത് ലൈംഗികമായി ഉപയോഗിക്കുന്നു, ചില ആളുകൾ സാമ്പത്തികമായ ക്രമക്കേടിന് ഉപയോഗിക്കുന്നു, ചില ആളുകൾ അശ്ലീലങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ചില ആളുകൾ നാവ് കൊണ്ടുള്ള തിന്മകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു, ചില ആളുകൾ കണ്ണുകൾ കൊണ്ട് തിന്മ ചെയ്യാൻ ഉപയോഗിക്കുന്നു, ചില ആളുകൾ ജനങ്ങളെ പറ്റിക്കുവാൻ ഉപയോഗിക്കുന്നു, ചില ആളുകൾ പലിശ കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കുന്നു, ചില ആളുകൾ ആളുകളുടെ സമ്പത്തിനെയും അവരുടെ സ്വാസ്ഥ്യത്തെയും തകർത്തു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഭൗതികമായ ഒരുപാട് തിന്മകൾക്ക് വേണ്ടിയല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഫ്ലോറിലുള്ളവരോടും ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കും, നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി എത്ര മിനിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളെ ആരാണ് കുടുക്കിയിട്ടുള്ളതെന്നും നമ്മൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നും നാഥന്റെ മുമ്പിലേക്ക് എത്താനുള്ള തടസ്സം എവിടെയാണ് ഉള്ളത് എന്നും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ എനിക്കിപ്പോൾ എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാമെന്ന് ആണയിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഏത് വലിയ പാപിയായാലും ശരി അയാൾക്ക് മാപ്പുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്താണ് അതിന്റെ അത്ഭുതമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില സൂചനകൾ തരുമ്പോഴേക്ക് തന്നെ പ്രതീക്ഷകളുടെ ഒരു ലോകമാണ് ലൈലത്തുൽ ഖദറായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ദാനധർമ്മങ്ങൾ അപകടത്തെ തടയുമെന്ന ഹദീസ് മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ഹദീസുകളും അദ്ദേഹത്തിന്റെ ചരിത്രവും അറിയുന്ന മുൻഗാമികളായ ആളുകൾ അവരുടെ ചെയ്തുപോയ പാപങ്ങളെ മായ്ക്കാൻ വരെ അവരുടെ സ്വതക്കകൾ ഉപയോഗപ്പെട്ടു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയതമകൾക്കൊപ്പമുള്ള ജീവിതത്തെ വരെ താൽക്കാലികമായി മാറ്റി നിർത്തി അല്ലാഹുവിന്റെ അടുക്കലേക്ക് തന്റെ ഉടുമുണ്ട് മുറുക്കിയെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. പരിശുദ്ധ റമളാൻ ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ പറഞ്ഞു. ഏതാണ് ആ ദേഹേച്ഛ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലൂടെ അല്ലാഹു അനുവദിച്ചു എന്ന് പറഞ്ഞ ദേഹേച്ഛയെ വരെ കെട്ടിയിടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചിട്ട് സ്വന്തം ഭാര്യയോടൊപ്പമുള്ള ഒരു ഇണചേരൽ പോലും 60 നോമ്പുകൾ നിങ്ങൾക്ക്
പകരം വീട്ടേണ്ടി വരുമെന്ന് പറയുന്നിടത്തേക്ക്, അല്ലെങ്കിൽ 60ഓളം ഈ എന്താ പറയാ അടിമകളെ മോചിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിടത്തേക്ക് അത്ര വലിയ പെനാൽറ്റി അതിന് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തിന്മകളുടെ ശിക്ഷ എത്ര ഗൗരവമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ 60 നോമ്പുകൾ, അല്ലെങ്കിൽ 60 ആളുകൾക്ക് ഭക്ഷണം നൽകൽ, അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കൽ. ഇങ്ങനെ 3 നിലക്ക് അല്ലാഹുവിന്റെ റസൂല് അതിന്റെ പെനാൽറ്റി പറഞ്ഞു തന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമളാനിൽ തോന്നിവാസങ്ങൾ നിർത്തിയോ നമ്മൾ? ഈ പരിശുദ്ധ റമളാനിൽ ഏതെങ്കിലും മോശമായത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിർത്തിയോ നമ്മൾ? ഈ പരിശുദ്ധ റമളാനിൽ 20 ദിനങ്ങൾ കഴിഞ്ഞു, ഒരു 15 ജുസ് എങ്കിലും ഓതാത്ത എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഒരു 15 ജുസ് എങ്കിലും ഓതാത്തവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? നമ്മളുടെ ഗുരുവര്യന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? നിങ്ങൾക്ക് ഹിദായത്ത് തന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? നിങ്ങൾ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി, അവർ മണ്ണിനടിയിലായാലും ശരി, അവർ വിദൂരത്തായാലും ശരി, അവർ മണ്ണിന് മുകളിലുണ്ടെങ്കിലും ശരി, ആ ആളുകൾക്ക് വേണ്ടി എത്ര തവണ നിങ്ങൾ പ്രാർത്ഥിച്ചു? ബോധതലത്തിൽ, ബോധ്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പരിശ്രമിച്ചുവോ? ഇതൊക്കെയും പരിശോധിക്കുമ്പോഴാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയും ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആരുമല്ല സഹാബാക്കളുടെ മുന്നിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ തിന്മയെയും അവർ വല്ലാതെ ഭയപ്പെട്ടു. ഒരാളുപോലും തിന്മയുടെ ലാഞ്ചന നമ്മളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് അവർ ചിന്തിച്ചു. മുൻഗാമിയായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം പലിശയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച ഒരു ചരിത്രം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? അദ്ദേഹത്തിന്റെ പ്രിയ കൂട്ടുകാരന്റെ വീടിന്റെ ഈന്തപ്പനയോലെ മേഞ്ഞ വീടിന്റെ ഷെയ്ഡിൽ ആ തണലിൽ ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു ഇമാം അബൂ ഹനീഫക്ക്. അങ്ങനെ അദ്ദേഹം ആ പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം പലപ്പോഴായിട്ടിരിക്കാറുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരിക്കലും പണം കടം വാങ്ങി ഒരു നിശ്ചിത ഡേറ്റ് പറഞ്ഞിട്ട് അന്ന് മുതൽ അബൂ ഹനീഫ അവിടെ വന്നിട്ടില്ല. അങ്ങനെ ഡേറ്റിന് വരികയാണ് ഇമാം അബൂ ഹനീഫ. അദ്ദേഹം വന്നു സലാം ചൊല്ലി. ഈ വീട്ടുടമ കർത്തൻ നീക്കി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫ മണൽത്തരി, ചുട്ടുപൊള്ളുന്ന മണൽത്തരിയുടെ മുകളിൽ വെയിലത്ത് മാറി നിൽക്കുന്നതാണ് ഈ കൂട്ടുകാരൻ കാണുന്നത്. അബൂ ഹനീഫ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ഈ തണലത്തിരിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ ഒന്നും ഇരിക്കുന്ന സ്ഥലമല്ലേ ഇത്, ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞത് എന്താണെന്നറിയുമോ? സഹോദരാ, ഞാനും നീയും തമ്മിൽ സാമ്പത്തികമായ ഇടപാടുണ്ട്. ആ ഇടപാട് എനിക്ക് തിരിച്ചു തരുന്നതിനിടയിൽ നിന്റെ വീടിന്റെ ഈ തണലിൽ ഞാൻ ഇരുന്നാൽ അത് ഞാനും നീയും തമ്മിലുള്ള ഇടപാടിന്റെ ലാഭമായിട്ട് നിന്റെ ഏതെങ്കിലും ഒരു സൗകര്യത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് പലിശയാകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഈ വെയിലത്ത് നിൽക്കുന്നത് എന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പ് ആവർത്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക നമ്മളെല്ലാവരും. നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ പരിശുദ്ധ റമളാനിലെങ്കിലും ഈ പലിശയിലേക്കൊന്നും പോകണ്ട? ഏറ്റവും ഒരു ചെറിയ തിന്മയാണെന്ന് നമുക്ക് തോന്നിയ കാരണത്താൽ ആളുകൾ അറിയരുതേ എന്ന് നമ്മൾ വിചാരിച്ചൊരു പുകവലിയെങ്കിലും, ആരെങ്കിലും കാണുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഇടത്തും വലത്തും നോക്കിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റീൽസുകൾ, അതിലെ തോന്നിവാസങ്ങൾ, ഈ പരിശുദ്ധ റമളാനിലെങ്കിലും അതൊന്ന് മാറ്റിവെക്കുവാൻ ഈ റമളാനിന്റെ പരിപൂർണമായ ബറക്കാത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തിന്മ ഒന്ന് മാറ്റി നിർത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ ആളുകൾ പലരോടും കാണിക്കാറുണ്ട്. പലവിധ ബന്ധങ്ങളാണ് നമ്മുടെ ആളുകൾക്കും യുവാക്കൾക്കും വയസ്സന്മാർക്കും എല്ലാവർക്കും. ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് അത് നിർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? മോശമായത് സംസാരിക്കുന്നത്, മോശമായത് കാണുന്നത്, മോശമായത് കേൾക്കുന്നത് ഈ റമളാനിൽ മുതൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറയാൻ എത്ര വിശ്വാസികൾക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് നരകത്തെ നമ്മൾ കാണേണ്ടത്. ഈ പരിശുദ്ധ റമളാനിലും ഈ തിന്മയുടെ കുത്തൊഴുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ ഒരാൾ കൊന്നത് നിങ്ങൾ കണ്ടില്ലേ? മാതാവിനെ കൊന്നത് കണ്ടില്ലേ? പരിശുദ്ധ റമളാനിലാണ്. ഈ റമളാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭയപ്പെടുക. ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ സമുദായത്തിന്റെ സാംസ്കാരികമായ സ്ഥിതി ഇതാണെങ്കിൽ പരിശുദ്ധ റമളാനിന് ശേഷം കണ്ണു ചുമ്മേണ്ടത്ര തിന്മകൾ, അതിന്റെ കുത്തൊഴുക്കുകൾ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മുടെ എല്ലാ ആളുകളെയും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിന്റെ ബറകാത്തുകൾ കൊണ്ട് അതിൽ നിന്നെല്ലാം അല്ലാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നരകത്തിന്റെ ശിക്ഷയെ ഭയന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയിരിക്കുന്ന ഇസ്തിഗ്ഫാറിലേക്ക് അടുത്ത് ഏറ്റവും നല്ല ഉദാത്തരായ മനുഷ്യന്മാരായിട്ട് മാറാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ,
പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ, അദ്ദേഹത്തിന്റെ മരണം വരെ പരിശുദ്ധ റമളാനിന്റെ എല്ലാ അവസാനത്തെ 10ലും പ്രധാനമായും പ്രവാചകൻ എല്ലാ സൽക്കർമ്മങ്ങളെയും അധികരിപ്പിച്ചു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇബാദത്തിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിപൂർണമായും ഇഅ്തികാഫ് ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സിസ്റ്റത്തിൽ അള്ളാഹുവിന്റെ പള്ളികളിൽ ഒരു നമസ്കാരവും മുടങ്ങാതെ, ഒരു ഇബാദത്തും മുടങ്ങാതെ, ഒരു അദ്കാറുകളും മുടങ്ങാതെ, ഒരു പാരായണവും മുടങ്ങാതെ, അതൊക്കെയും മുടങ്ങുക ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലാണെന്ന് നമുക്കറിയാം. അത് മുടങ്ങാതെ കൈകളിലാക്കാൻ, സ്വന്തമാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇഅ്തികാഫിലൂടെ ഉദ്ദേശിച്ചു. അത് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലം നമുക്ക് ഒരുപാട് ഇടങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന്റെ പത്നിമാരും, നമ്മുടെ ഉമ്മമാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും ഇഅ്തികാഫിലിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾ ഇഅ്തികാഫിരിക്കുന്നത് സുന്നത്താണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. സ്വർഗസ്ത്രീകളുടെ നേതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇഅ്തികാഫിരുന്ന സംഭവം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ ഭാര്യമാരിൽ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ ഇഅ്തികാഫിരുന്ന സംഭവവും ഇമാം ബുഖാരിയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു മാക്സിമം ആളുകൾ അതിൽ തയ്യാറാവുക. ഓരോരുത്തർക്കും ഓരോ സമയങ്ങളായിരിക്കും. ആ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. വളരെ നിർണായകവും വളരെ അത്യാവശ്യവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ബാക്കി മുഴുവൻ സമയവും എന്തൊക്കെ നമുക്ക് ത്യജിക്കാൻ പറ്റുമോ അതൊക്കെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാത്രിയാണ്, അനുഗ്രഹീതമായ രാത്രിയാണ്. അള്ളാഹുവിന്റെ സുബ്ഹാനഹു വ തആല മാലാഖമാർ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന മാസമാണ്. 1000 മാസങ്ങളെക്കാളും ഉദാത്തമായ ഉത്തമമായ മാസമാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സങ്കല്പിച്ച് കാത്തിരിക്കുക. ഏതോ ഒരു ദിവസം അതിൽ ലൈലത്തുൽ ഖദറാണ്. അന്ന് 1000 മാസങ്ങളെക്കാളും പ്രതിഫലമാണെന്നാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ലൈലത്തുൽ ഖദറിനെ നമ്മൾ തീർച്ചയായിട്ടും കൈകളിലാക്കണം, സ്വന്തമാക്കണം. അതിന് കാത്തിരുന്നു കൊണ്ട്, അതിനെ പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് അത് നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും തയ്യാറാകണം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുക. അതോടൊപ്പം ജീവിതത്തിൽ ഇനി വരുന്ന ഈ 10 ദിവസത്തിൽ എന്തൊക്കെ നന്മകളാണോ നമുക്ക് ചെയ്യാൻ കഴിയുക, ആ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നീക്കിവെക്കുക. ആരും തന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമായിട്ട് ഈ സമയത്തെ നമ്മൾ തല്ലിക്കെടുത്തരുത് എന്നപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലം അത്രത്തോളം വലുപ്പത്തിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അതോടൊപ്പം ഫിത്ർ സക്കാത്ത് നൽകാൻ, അതേപോലെ ഈദിനു വേണ്ടിയിട്ടൊരുങ്ങാൻ, ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, സമീപത്തുള്ള ആളുകൾക്കെല്ലാം അവരുടെ ദാരിദ്ര്യത്തിൽ നീക്കങ്ങൾ വന്നിട്ടുണ്ട്, അതിന് പരിഹാരങ്ങളായിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുകയും നമ്മുടെ സമ്പത്തിലും നമ്മളുടെ സ്വത്തിലുമുള്ള നമ്മളുടേതല്ലാത്ത 2.5% കൊടുത്തൊഴിവാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ ജീവിതത്തിൽ മുച്ചൂടും ഏറ്റവും നല്ല നന്മകൾ ചെയ്ത ദിവസങ്ങളായിട്ട് ഈ 10 ദിവസത്തെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരുക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനും സഹാബത്തും ഈ ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെയും ഭയപ്പെട്ടത് അത്തരുണത്തിലായിരുന്നു. കാരണം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ കരഞ്ഞുകൊണ്ട് പള്ളിയിലുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഖുതുബകൾ അവർ വല്ലാതെ ബേജാറാക്കിയിരുന്നു. അവർ എല്ലാം നേടിക്കൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടി, സ്വർഗം പകരം തരാം എന്ന കണ്ടീഷനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകളെ എല്ലാം അവർ നെഞ്ചേറ്റുകയായിരുന്നു. അത്തരുണത്തിൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല മനുഷ്യരായി, ഏറ്റവും നല്ല സമൂഹമായി മാറുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളെ മനസ്സാ വാച നമ്മൾ കർമ്മയോഗത്തിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും നല്ല ഉദാത്ത മനുഷ്യരായി നമുക്ക് മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആലോചിക്കുക. ഓരോരുത്തർക്കും പറയാനുണ്ട് പലതും, അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് പലതും, ആവശ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന ഖുർആൻ പറഞ്ഞത്. മനുഷ്യരെ, നിങ്ങൾ ആവശ്യക്കാരാണ് അള്ളാന്റെ മുന്നിൽ. അള്ളാന്റെ മുന്നിലുള്ള ആവശ്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ചോദിച്ചു
ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ എല്ലാവരും പാപികളാണ്. ആ പാപികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്ന നരകം, ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ, ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ നമുക്ക് സൂക്ഷ്മത വന്നേക്കും. എന്നാൽ ആരോരുമില്ലാത്തിടങ്ങളിൽ, ആരോരുമില്ലാത്ത സന്ദർഭങ്ങളിൽ, ആരോരും അറിയാത്ത ഡീലുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന സ്ഥലങ്ങളിൽ അല്ലാഹനെ മറന്നു പോകുന്നവരാണ് നമ്മൾ എല്ലാവരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മുച്ചൂടും ആളുകൾ അറിയാത്തിടത്ത് ഒറ്റക്കാലുന്നിടത്ത് അല്ലാഹനെ ഓർത്തുകൊണ്ട് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ തൃപ്തി നമ്മളിലേക്ക് കടന്നു വരും. അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. നിശ്ചയമായും അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് ഫിർദൗസാകുന്ന സ്വർഗ്ഗത്തിൽ അവർ നിത്യവാസികളായിരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖാലിദീന ഫീഹാ ലാ യബഊന അൻഹാ ഹിവല. ഒരിക്കലും മടുപ്പ് വരാത്ത, എന്നും സ്ഥിരമായി അവിടെ വർത്തിക്കാൻ മാത്രം എല്ലാ സന്തോഷങ്ങളും നൽകുന്ന ആ സ്വർഗ്ഗത്തിൽ സ്ഥിരവാസികളാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കറകളഞ്ഞ മനുഷ്യന്മാരായി മാറുവാനുള്ള ഏറ്റവും നല്ല കളരിയാണ് ഈ പരിശുദ്ധ റമദാൻ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പാർശ്വത്വം മുറുകെ പിടിച്ച് അള്ളാഹുവിന് പുറമറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയവരുണ്ടെങ്കിൽ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ബിദ്അത്തുകളിൽ ഏർപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് മാച്ചമെന്ന് പറഞ്ഞ ഹറാമുകളിൽ ഇടപെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം തിരിഞ്ഞു നടന്ന് അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളായ അടിമകളായി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലസ്തീനിൽ ഗസയിൽ നിങ്ങൾ കാണുന്നില്ലേ, പരിശുദ്ധ റമദാനായിട്ട് പോലും നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. ബോംബ് സ്ഫോടനങ്ങൾ, വലിയ വലിയ മിസൈൽ ആക്രമണങ്ങൾ കണ്ടിട്ട് ഓരോ ചെറിയ പൈതങ്ങളും തങ്ങളുടെ ചെവി പൊത്തിയിട്ട് ആ ബിൽഡിംഗിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ കരഞ്ഞുകൊണ്ട് ഓടുന്നത് കാണുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ പ്രിയപ്പെട്ടവരെ ചെറുതായി കണ്ടുകൂടാ. പ്രിയപ്പെട്ടവരെ, ആ പരീക്ഷണങ്ങൾ ഒരു സാമ്പിളായിട്ട് പോലും സഹിക്കാനാകാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അവർ വിജയിക്കും. അവർക്ക് ഏറ്റവും നല്ലത് അള്ളാഹു പകരം നൽകും. ഈ ശത്രുക്കളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദരാക്കും. അള്ളാഹുവിന്റെ സർവ്വ ശിക്ഷകളും ആ സമുദായത്തിൽ അള്ളാഹു വഹിക്കുമാറാവട്ടെ, വർഷിപ്പിക്കുമാറാവട്ടെ. ആ പാവങ്ങളായ ഫലസ്തീനിന്റെ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അവർക്ക് സ്വാസ്ഥ്യത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു നല്ല നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ മകൾ, 3 വയസ്സുള്ള കുട്ടി ന്യൂമോണിയ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്. അവർ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെയും അതുപോലെയുള്ള ഒരുപാട് മക്കളുണ്ട് രോഗികളായവർ. സ്ഥിരമായി രോഗം കൊണ്ട് ചികിത്സയിൽ എൻഗേജ് ആയിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ പരിശുദ്ധ റമദാനിലെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നല്ല ശിഫ നൽകി സമാധാന പുരുഷരം നമ്മളോടൊപ്പം ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചിലർ മരിച്ചിട്ടുണ്ട്, ചിലരുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ചിലരുടെ വാപ്പ മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഐശ്വര്യം നൽകണമേ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കളിൽ രോഗികളായ ആളുകളുണ്ട്. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകുമാറാവട്ടെ. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന പിതാക്കന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല മരണം അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു ഈ പ്രയാസത്തിലൂടെ കഴുകി കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവന്റെ ഉന്നത സോപാനത്തിൽ മാതാപിതാക്കളോടൊപ്പം സലഫു സ്വാലിഹീങ്ങളോടൊപ്പം അമ്പിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ, പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവും കഴിവും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ
إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا تقبل منا دعاءنا وقيامنا وسجودنا يا رب العالمين توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين